ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. ഷെയ്ഖുന ഖുത്ബുൽ മശായിഖ് പ്രബോധന വീതിയിൽ ഇതിഹാസം തീർത്ത ആത്മീയ നായകൻ. നൈസാമിന്റെ ഹൈദരാബാദ് പ്രഗത്ഭരായ ഒട്ടേറെ ഔലിയാക്കളെ കൊണ്ട് സമ്പന്നമായിരുന്നു. സ്വതന്ത്രാനന്തരം ഹൈദരാബാദ് നാട്ടുരാജ്യത്തിൽ നിന്ന് ഗുൽബർഗ ഷെരീഫ് ഉൾപ്പെടെ പല പ്രദേശങ്ങളും വേർപെട്ടെങ്കിലും പൂർവ്വസൂരികളായ മശായിഖന്മാരുടെ പിൻഗാമികൾ ഹൈദരാബാദിന്റെ സൂഫി പാരമ്പര്യം പഴയ ഗരിമയോട് മുന്നോട്ട് കൊണ്ടുപോയി. ഉറുദു ഷെരീഫും ബന്ദലാഗുഡയുമെല്ലാം മഹത്തുക്കളെ സ്വീകരിച്ച് ചരിത്രം രചിച്ച പ്രദേശങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ കുടുംബ പരമ്പരയിൽ ഗൗസുൽ ആളം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറവുൽ അസീസ് തങ്ങളുടെ പൗത്രൻ എന്ന ഖ്യാതി കൊണ്ട് നബവി പരിമളവും ജീലാനി വസന്തവും ഒരുമിച്ച സൂഫി ലോകത്തെ നിത്യപ്രകാശം ജാമിഉസ്സലാസിൽ നൂറുൽ മശായിഖ് സയ്യിദ് അഹ്മദ് മുഹിയുദ്ദീൻ നൂരിഷാ ജീലാനി ഫാത്തിമ ബേഗം റഹ്മത്തുള്ളാഹി അലൈഹിമ ദമ്പതികളുടെ ദാമ്പത്യ വല്ലരിയിൽ ഹിജ്റ 1356 റബീഉൽ ആഖിർ 11 1937 ജൂൺ 21 ഹൈദരാബാദ് ദബീർപുരയിലാണ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനിയുടെ ജനനം. യുഗപ്രഭാവനായ പ്രിയ പിതാവിന്റെ ചൂടും ചൂരുമറിഞ്ഞു വളർന്ന മഹനീയ വ്യക്തിത്വമാണ് ആരിഫുദ്ദീൻ ജീലാനി. പഠിച്ചതും പകർന്നതുമെല്ലാം പിതാവിന്റെ സവിധത്തിൽ നിന്നു മാത്രം. ഉയർന്ന പഠനത്തിനായി ജാമിയ നിസാമിയയിലേക്ക് മകനെ കൊണ്ടുപോയ സയ്യിദ് നൂരിഷാ തങ്ങളോട് അവിടെയുണ്ടായിരുന്ന പ്രസിദ്ധ പണ്ഡിതൻ ഹസ്രത്ത് ബാഹത്താബ് സാഹിബ് പറഞ്ഞു, ഷാ സാഹിബ്, അങ്ങയുടെ ശിക്ഷണത്തിൽ തന്നെ മകനെ വളർത്തുകയാണ് അഭികാമ്യം. ബാഹ്യവും ആന്തരികവുമായ വിജ്ഞാനങ്ങളിൽ അഗ്രേസരനായ പിതാവിനുള്ള പണ്ഡിത ലോകത്തിന്റെ അംഗീകാരമായിരുന്നു അത്. എന്നാൽ സുപ്രസിദ്ധ പണ്ഡിതനും ജാമിയ നിസാമിയ പ്രിൻസിപ്പലുമായിരുന്ന മൗലാന സയ്യദ് ത്വാഹിർ റസ്വി ഖാദിരിയുടെ പ്രത്യേക ശിക്ഷണത്തിന് നൂരിഷാ തങ്ങൾ മകന് അവസരമൊരുക്കിക്കൊടുത്തു. ഒട്ടേറെ അതിതീക്ഷ്ണ പരീക്ഷണങ്ങളെ റബ്ബിന്റെ കൃപയിൽ അതിജയിച്ച് ആത്മീയ ബലം കൈവരിച്ച പിതാവിന്റെ മക്കിയായ കാലം മുഴുക്കെ കണ്ടത് മക്കളിൽ മൂത്ത പുത്രൻ ആരിഫുദ്ദീൻ ജീലാനി മാത്രം. പിതാവിന്റെ തർബീയത്തിലൂടെ ഈ ഘട്ടത്തിലൊക്കെ ആത്മീയ ഔന്നത്യങ്ങൾ ആർജിച്ചെടുക്കുകയായിരുന്നു മഹാനവറുകൾ. ഇതുകൊണ്ട് തന്നെ സയ്യിദ് നൂരിഷാ തങ്ങളുടെ മക്കളിലോ ശിഷ്യരിലോ ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനിയോളം മഹാനവറുകളുമായി ഇഴമുറിയാതെ സഹവസിച്ചവരോ പകർന്നെടുത്തവരോ മറ്റാരുമില്ല. ഇതിനെ സാക്ഷ്യപ്പെടുത്തി ഷെയ്ഖുന നൂറുൽ മശായിഖ് പറയുമായിരുന്നു, നിങ്ങളെല്ലാം എൻ്റെ മക്കളാണ്, ആരിഫ് എൻ്റെ മൂത്ത മകനാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പിതാവിന്റെ രഹസ്യം ഉൾക്കൊണ്ട മൂത്ത സന്താനമായിരുന്നു ആരിഫുദ്ദീൻ ജീലാനി. കേവലം 25 വയസ്സു പിന്നിട്ട ഘട്ടത്തിൽ തന്നെ യുഗപുരുഷനായ പിതാവിന്റെ ആത്മീയ പിൻഗാമിയെന്ന ജാനഷീൻ പദവിയിലേക്ക് എല്ലാ യോഗ്യതകളോടെയും ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനി നിയോഗിതനായി. ആത്മീയ ലോകത്തെ അതുല്യ വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ 1962 ഡിസംബർ 8 ഈ ചടങ്ങ്. ഗൗസി ഷാ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പുത്രനും ജാനഷീനുമായ മൗലാന സഹവി ഷാ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹദ്ദിസെ ദക്കാൻ ഹസ്രത്ത് അബ്ദുള്ള ഷാ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയവർ ആ ധന്യ ചടങ്ങിന് സാക്ഷിയായവരിൽ ചിലരാണ്. തൊട്ടു പിറ്റേ ദിവസമായിരുന്നു മഹാനവറുകളുടെ നിക്കാഹ്. പിതാവിന് സർവ്വ ഔന്നിത്യവും പകർന്നു നൽകിയ കൻസുൽ ഇർഫാൻ ഹസ്രത്ത് ഗൗസി അലി ഷാ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തിരുനോട്ടത്തിനും ലാളനിക്കും ആരിഫുദ്ദീൻ ജീലാനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആരിഫ് പാഷ എന്ന തന്റെ ഷെയ്ഖിന്റെ സംബോധന തന്നെയായിരുന്നു മകനെ നൂരിഷാ തങ്ങളും വിളിച്ചിരുന്നത്. ഷെയ്ഖ് നൽകിയ നൂരിഷ എന്ന നാമത്തെ ലക്ഷങ്ങൾക്ക് പ്രകാശം പകർന്നു നൽകി അന്വർത്ഥമാക്കിയ പിതാവിനെ പോലെ നൂറുള്ള ഷാ നൂരി എന്ന സ്ഥാനപ്പേരിനെ മഹാനവറുകളും അനേകായിരത്തിന് വഴിവട്ടം പകർന്നു ചരിത്രത്തിൽ അടയാളപ്പെടുത്തി. സയ്യിദ് നൂരിഷാ തങ്ങളുടെ പ്രബോധന യാത്രകളിൽ ചെറുപ്പത്തിലെ കൂടിയ ഹസ്രത്ത് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി കേവലം 16 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി കേരളത്തിലെത്തിയത്. 2 വർഷങ്ങൾക്ക് ശേഷം 1955 ഏപ്രിലിൽ തലശ്ശേരിയിൽ നടന്ന പ്രഥമ ത്വരീഖത്ത് കോൺഫറൻസിൽ നടത്തിയ പ്രഭാഷണം
ആശയസമ്പുഷ്ടത കൊണ്ടും അവതരണ മികവുകൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പത്രമാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ ആ പ്രഭാഷണം പ്രസിദ്ധീകരിച്ചു. പിതാവിന്റെ ആജ്ഞകൾക്ക് മുന്നിൽ എന്നും വിനീത വിധേയനായിരുന്നു ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനി. പൂർണ്ണമായും ഷെയ്ഖിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി അവർ തന്നെ സമർപ്പിച്ചു. പിതാവിനെ പോലെ തീക്ഷ്ണ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഹസ്രത്ത് ആരിഫുദ്ദീൻ ജീലാനിയും ആത്മീയ ബലം കൈവരിച്ചത്. സയ്യിദ് നൂരിഷാ തങ്ങൾ തുടക്കം കുറിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനായി 30ാമത്തെ വയസ്സിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു. ഒരേ സമയം ഒട്ടനവധി കാര്യങ്ങളുമായി മഹാനവറുകൾ ഓടി നടന്നു. പിതാവിന്റെ സവിധത്തിലെത്തുന്ന ഖലീഫമാർ, മുരീദന്മാർ, ഉലമാക്കൾ, നേതാക്കൾ, ജില്ലയിലിരിക്കുന്നവർ, ജാമിയയിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ, ഇവരുടെയെല്ലാം ക്ഷേമകാര്യങ്ങളും മഹാനവറുകളുടെ ഉത്തരവാദിത്വമായിരുന്നു. ആ ക്ഷാമകാലത്ത് അതെല്ലാം ഏറെ സർഗാത്മകമായി അവർ നിർവഹിച്ചു. ഭൂമിക്ക് മുകളിലുള്ള കാലത്തോളം അവിശ്രമം ദീനിനു വേണ്ടി പ്രവർത്തിക്കുക, വിശ്വാസിയുടെ വിശ്രമം ഖബറിലാണെന്ന് പറഞ്ഞ് നിരന്തരം പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരതനായ പിതാവ് സയ്യിദ് നൂരിഷാ തങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഹസ്രത്ത് ആരിഫുദ്ദീൻ ജീലാനിയും വിശ്രമമെന്തെന്നറിയാതെ പ്രവർത്തന ഗോതയിൽ തന്നെയായിരുന്നു മുഴുസമയവും. ആത്മീയ യാത്രയുടെ ഒരു വേളയിൽ വരുമാനമാർഗമായ വ്യാപാര സമുച്ചയം മുഴുക്കെ ദീനിനു വേണ്ടി ത്യജിച്ച പിതാവിന്റെ ചരിത്രം പോലെ ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനിയും ദ്രുതഗതിയിൽ വളർന്നു പന്തലിച്ച തന്റെ ഇഷ്ടിക കമ്പനിയും പ്രബോധന യാത്രയുടെ ഒരു ഘട്ടത്തിൽ ത്യജിച്ചു. പിതാവിനെ പോലെ തന്നെ സർവമേഖലയും മഹാനവറുകൾക്കും വഴങ്ങുമായിരുന്നു. അതിൽ വ്യാപാരവും മരാമത്തും പാചകവും സാങ്കേതിക വിദ്യകളുമെല്ലാം ഉൾപ്പെടും. വാമൊഴി പോലെ വരമൊഴിയും നന്നായി വഴങ്ങുമായിരുന്നു. സയ്യിദ് നൂരിഷാ തങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന തർജമുന ജാമിയ ഇലാഹിയാത്തെ നൂരിയയുടെ മാനേജിംഗ് എഡിറ്ററായിരുന്നു ഷെയ്ഖുന തങ്ങൾ. അത്യുജ്വല പ്രഭാഷകനായ ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനിയുടെ ഹൃദയഭാഷയിലുള്ള ആ ഘനഗാംഭീര്യമാർന്ന വാഗ്ധ്വരണി ജനമനസ്സുകളിൽ ചെലുത്തിയ സ്വാധീനം വിവരണാതീതമാണ്. ഇസ്ലാം സിഖാതാ ഹൈ, ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹി നാഫി ഹൈ, അല്ലാഹി ദാർ ഹൈ, അല്ലാഹു മാത്രമാണ് ഉപകാരം ചെയ്യുന്നവൻ, അല്ലാഹു മാത്രമാണ് ഉപദ്രവം എത്തിക്കുന്നവൻ. യേ അഖായിദ് ഹമാരെ ഐസേ ഹോനാ, നമ്മുടെ വിശ്വാസങ്ങൾ ഈ ക്രമത്തിലുള്ളതായിരിക്കണം. इस्लाम के तकाज़ों के तहत अगर हमारे अक़ायद दुरुस्त हो जाएंगे, ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസങ്ങൾ ശരിയായി തീർന്നാൽ खुदा की कसम कायनात में तुमसे बेहतर कोई नहीं, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെക്കാൾ ഉത്തമരായി മറ്റൊരാൾ ഉണ്ടാവുകയില്ല. आप मुलाहिजा फरमाइए, നിങ്ങൾ മനസ്സിലാക്കണം, इस्लाम तरक्की करता हुआ जब 313 नुफूस पर मुश्तमल हुआ, ഇസ്ലാം അഭിവൃദ്ധി പ്രാപിച്ച് 313 എണ്ണം വരെ എത്തിയപ്പോൾ सारे आलम के लिए चैलेंज बन गया. ലോകത്തിന് ഒന്നടങ്കം അവരൊരു വെല്ലുവിളിയായി മാറി. बड़े बड़े खैसर और किसरा की हुकूमतों के रखने वाले कांपने लगे. കൈസർ കിസ്ര പോലത്തെ ഉന്നതന്മാരായ ഭരണകൂടക്കാര് ഇവരെ കണ്ടുകൊണ്ട് വിറവിറക്കാൻ തുടങ്ങി. तादाद क्या है इनकी? ഖുതുബുൽ മശായിഖ് എന്ന് പണ്ഡിത ലോകം മഹാനവറുകളെ ആദരപൂർവം സംബോധന ചെയ്തു. യുഗപുരുഷനായ പിതാവിനൊപ്പം അരനൂറ്റാണ്ടിലധികം സഹവസിക്കാൻ അവസരം കിട്ടിയ മഹാഭാഗ്യവാനാണ് ആരിഫുദ്ദീൻ ജീലാനി. 1990 നവംബർ 3 റബീഉൽ ആഖിർ 14 സയ്യിദ് നൂരിഷാ തങ്ങൾ റബ്ബിലേക്ക് വാസിലായി. സിൽസില നൂരിയ ജാനശീനായി കർമ്മരംഗത്തിറങ്ങിയ ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനി പിതാവ് പരിപാലിച്ചു വളർത്തിയ നൂരി മസ്കൻ എന്ന പ്രകാശ ഉദ്യാനം കൂടുതൽ മോടി പിടിപ്പിച്ചു അത്യാകർഷകമാക്കി. ആത്മീയ അന്വേഷകർ ഇവിടേക്ക് പൂർവാധികം ഒഴുകി. സയ്യിദ് നൂരിഷാ തങ്ങളുടെ മഹത്വം വിളിച്ചോതും വിധം കമനീയമായ ദർഗാ ഷരീഫ് നിർമ്മിച്ചു. പിതാവെത്തിയ പ്രബോധന സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം പൂർവോപരി സജീവമാക്കി. ആ പ്രബോധന യാത്രയ്ക്ക് പിന്നൊരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല. കാലാവസ്ഥയോ അനാരോഗ്യമോ മറ്റൊന്നും ആ യാത്രയ്ക്ക് പ്രതിബന്ധമായിരുന്നില്ല. 60 പിന്നിട്ട ഷെയ്ഖുന ഖുതുബുൽ മശായിഖിന്റെ ആവേശവും ഊർജ്ജസ്വലതയും വയോധികരായ ഖുലഫാക്കളിലും മുരീദന്മാരിലും പോലും ആവേശം നിറച്ചു. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും മഹാനവറുകൾ ഈ സന്ദേശവുമായി എത്തി.
പരിശുദ്ധ ഹറമുകളെ ഏറെ സ്നേഹിച്ച മഹാനുഭാവൻ വർഷത്തിൽ 1-2 തവണ സ്വയം അവിടെയെത്താൻ ആഗ്രഹിച്ചതിനൊപ്പം തന്റെ മുരീദന്മാർക്ക് അവിടേക്ക് അനായാസമെത്താനുള്ള അവസരം സൃഷ്ടിക്കുന്നതിന് അൽ ആരിഫ് ഹജ്ജ് ഉംറ കാഫിലയ്ക്ക് രൂപം നൽകി. ഈ കാഫില വഴി ധാരാളം ആളുകൾ പരിശുദ്ധ ഗേഹങ്ങളിലെത്തി. ഇതോടൊപ്പം അറബ് രാജ്യങ്ങളിൽ സിൽസിലയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ശൈഖുനാ തങ്ങൾ സജീവമാക്കി. സൗദി അറേബ്യ, UAE, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ സിൽസിലയുടെ അനേകം ഹൽഖകൾ സ്ഥാപിക്കപ്പെട്ടു. മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമെല്ലാം ആ പ്രബോധന യാത്രകൾ നീണ്ടു. അവിടെ ഖാൻഖാഹുകളും സ്ഥാപനങ്ങളും ഉയർന്നുവന്നു. ചെന്നെത്തിയ ഇടങ്ങളിലെല്ലാം അവർ ചെലുത്തിയ സ്വാധീനവും ആത്മീയ വളർച്ചയും നിസ്തുലമാണ്. സയ്യിദ് നൂരിഷാ തങ്ങളുടെ ആശയങ്ങളും താൽപ്പര്യങ്ങളും നടപ്പാക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തി ആരിഫുദ്ദീൻ ജീലാനി ഏവർക്കും മാതൃകയായി. ജാമിയ ആരിഫിയ, അൽ ആരിഫ് യുനാനി മെഡിക്കൽ കോളേജ്, ഖാൻഖാഹെ ആരിഫിയൻ നൂരിയ എല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. ഘട്ടം ഘട്ടമായി ആത്മജ്ഞാനം പകർന്നു നൽകിയുള്ള വർഷത്തിലെ 2 തവണയുള്ള ചില്ലകൾ, മറ്റു പ്രോഗ്രാമുകൾ നൂരി മസ്കൻ പൂർവോപരി സജീവമായി. വർഷം മുഴുവൻ പല സന്ദർഭങ്ങളിലായി മുരീദന്മാരുടെ സംഘങ്ങൾ നൂരി മസ്കനിലെത്തിക്കൊണ്ടിരുന്നു. ഇവിടെ എത്തുന്നവർക്കെല്ലാം താമസ ഭക്ഷണ സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഒരുക്കി സൽക്കരിക്കുന്ന മറ്റൊരു ഖാൻഖാഹ് കാണുക സാധ്യമല്ല. സയ്യിദുൽ ഖൗമി ഖാദിമവും ആ തിരുവചനത്തിന്റെ ജീവിത മാതൃകയായിരുന്നു ഷെയ്ഖുന. കുഞ്ഞുമക്കൾ തൊട്ട് മുതിർന്ന ബിരുദ പഠനക്കാരായ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് വരെ ഭക്ഷണവും വസ്ത്രവും മത ഭൗതിക പഠനവും സൗജന്യമായി നൽകിവരുന്ന ഇത്തരം ജാമിയകൾ ഇന്ത്യയിൽ അപൂർവമായിരിക്കും. ജനങ്ങളെ ഭക്ഷിപ്പിക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തിയിരുന്ന മഹാനവറുകൾ പിതാവിന്റെ സ്മരണയിൽ എല്ലാ അറബ് മാസവും 14-ന് അവരുടെ പേരിൽ ഫാത്തിഹയും വർഷത്തിൽ ഉറൂസും ഏറെ വിപുലമായി സംഘടിപ്പിച്ചു വന്നു. കൂടാതെ റബീഉൽ അവ്വലിലെ ളുഹൂറെ നൂറെ പ്രോഗ്രാമും ഫൈസാനെ ഗൗസുൽ ആലം പ്രോഗ്രാമുമെല്ലാം ഏറെ വിപുലവും ജനസാന്നിധ്യവുമുള്ള പരിപാടികളായിരുന്നു. ആയിരങ്ങൾ വന്ന് ലങ്കറിൽ പങ്കുകൊള്ളുന്നത് ഏറെ സന്തോഷത്തോടെ കണ്ടാസ്വദിച്ചു അവർ. പരിശുദ്ധ റമളാൻ മുഴുവൻ വിപുലമായ ഇഫ്താറും പെരുന്നാളിന് വസ്ത്രവിതരണവുമെല്ലാം സംഘടിപ്പിച്ചു വന്നു. ബലിപെരുന്നാളിന് ഒട്ടേറെ മൃഗങ്ങളെ ബലിയറുത്തുകൊണ്ടുള്ള ഒലൂഹിയത്തും ഷെയ്ഖുന നാട്ടിലില്ലെങ്കിലും മുടക്കമില്ലാതെ വിശാലമായി സംഘടിപ്പിച്ചിരുന്നു. മദീന ഷെരീഫിലും ബാഗ്ദാദ് ഷെരീഫിലും അജ്മീർ ഷെരീഫിലും എന്നുവേണ്ട ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ലങ്കർ വിതരണം ഏറെ വിപുലമായി തന്നെ ഷെയ്ഖുന നടത്തിവന്നു. അതിനുവേണ്ടി സാഹസപ്പെടൽ മഹാനവറുകൾക്ക് ഏറെ ഹരമായിരുന്നു. അജ്മീർ ഷെരീഫ്, ഗുൽബർഗ ഷെരീഫ് യാത്രകൾ ആയിരക്കണക്കിന് മുരീദന്മാരുമായി മഹാനവറുകൾ വർഷം തോറും നടത്തിവന്നു. കൂടാതെ ബഗ്ദാദ് ഷെരീഫും ബൈത്തുൽ മുഖദ്ദസും ധാരാളം മുരീദന്മാരുമായി ഷെയ്ഖുന സിയാറത്ത് ചെയ്തു. 1994-ലാണ് ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനിക്ക് ആദ്യ ആൺകുട്ടി പിറന്നത്. പിതാവിന്റെ അതേ നാമം അഹമ്മദ് മുഹയ്യിദ്ദീൻ എന്നാണ് ഷെയ്ഖുന പേരുവെച്ചത്. നൂരി പാഷ എന്ന് സ്നേഹത്തോടെ അവരെ വിളിച്ചു. ഇടപിരിയാത്ത സഹവാസവുമായി സർവ്വയോഗ്യതകളും നേടിയ മഹാനവറുകളെ ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനി സിൽസില നൂരിയയുടെ ജാനശീനായി പ്രഖ്യാപിച്ചു. പിതാവിന്റെ പാതയിൽ ഹസ്രത്ത് നൂരി പാഷ മഹാനവറുകളുടെ വിവാഹത്തലേന്ന് സിൽസിലയിൽ ഖിലാഫത്ത് നൽകി. നൂരിഷാ സാനി എന്നാണ് സ്ഥാനപ്പേര് നൽകിയത്. നൂരിഷാ രണ്ടാമനായി ആത്മീയ വഴിയിൽ അഭൂതപൂർവമായ വളർച്ചയ്ക്കാണ് ശേഷം കാലം സാക്ഷിയായത്. ആരിഫുദ്ദീൻ ജീലാനിയുടെ നിഴലായി പ്രബോധന യാത്രയിൽ സദാ ഒപ്പം നിന്ന് പിതാവിനും ഉമ്മത്തിനും സേവനം ചെയ്ത ഹസ്രത്ത് സയ്യിദ് നൂരിഷാ സാനി തൗവലല്ലാഹു ഉംറഹു ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്നു. കൗമാരം വിടുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകളുടെ ആത്മീയ പ്രഭാഷണങ്ങൾക്ക് ആയിരങ്ങളാണ് കാതോർത്തത്. അൽഹംദുലില്ലാ, അവർ ജൈത്രയാത്ര തുടരുന്നു. മറ്റു ആൺമക്കളായ സയ്യിദ് മുഹമ്മദ് മലഹറുദ്ദീൻ ജീലാനി തൗവലല്ലാഹു ഉംറഹു, സയ്യിദ് മുഹമ്മദ് ഷംസുദ്ദീൻ ജീലാനി തൗവലല്ലാഹു ഉംറഹു, സയ്യിദ് മുഹമ്മദ് ഗൗസുദ്ദീൻ ജീലാനി തൗവലല്ലാഹു ഉംറഹു തുടങ്ങി മഹത്തുക്കളും പ്രബോധന വീതിയിൽ
അതുല്യ സാന്നിധ്യമായി ഉമ്മത്തിന് വെളിച്ചമേകുന്നു. കൂടാതെ ഷെയ്ഖുന സജ്ജരാക്കിയ നിരവധി ഖുലഫാക്കളും ഈ ആത്മീയ പ്രബോധന രംഗത്ത് സജീവമാണ്. 2022 മാർച്ച് 12 ഷാബാൻ 9 അസ്തമിച്ച രാത്രി ആത്മീയ വിഹായസിലെ ആ അതുല്യ വെള്ളി നക്ഷത്രം ഷെയ്ഖുന ഖുതുബുൽ മശായിഖ് ഇവിടെ നിന്ന് വിടവാങ്ങി. സിൽസില നൂരിയയുടെ ജാനശീനായി ആത്മീയ സമൂഹത്തിന്റെ നെടുനായകത്വം വന്നുചേർന്ന സയ്യിദ് നൂരി ഷാ സാനി തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകളിലെ അതുല്യ പ്രതിഭയെ ഉമ്മത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിതാവിനെയും പിതാമഹനെയും പ്രപിതാക്കളെയുമെല്ലാം ഉൾക്കൊണ്ട് മഹാനവറുകൾ തന്റെ പ്രബോധന യാത്ര തുടരുന്നു. വരും കാലത്തേക്ക് ഷെയ്ഖുന ഖുതുബുൽ മശായിഖ് ഉമ്മത്തിന് സമ്മാനിച്ച ഈ ആത്മീയ സൂര്യ തേജസ്സിന് അനുധാവനം ചെയ്യാനും ഈ ജീലാനി കുടുംബത്തെ അകമഴിഞ്ഞ് പ്രിയപ്പെടാനും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തുക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ തണലിൽ ഉമ്മത്ത് വിജയം വരിക്കട്ടെ. ആമീൻ.